കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലവും മഹത്വപ്പെടുമാറാകട്ടെ. മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങളെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു. ഇന്ന് ഒരു പാട്ട് പാടാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. കുഞ്ഞുങ്ങൾ കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ഒരു പാട്ടാണ്. അതായത് കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബന്ധത്തിലുള്ള ഒരു പാട്ടാണ്. നമുക്ക് ഒരുമിച്ച് പാടാം. അറിയാവുന്നവർ ചേർന്ന് പാടുക. ദൈവത്തെ മഹത്വപ്പെടുത്താം നമുക്ക്. ഹല്ലേലൂയ, സ്തോത്രം. ബാലരാമണിയങ്ങളിൽ മനുവേലനെ കനിയേണമേ. ബാലരാമണിയങ്ങളിൽ മനുവേലനെ കനിയേണമേ. മനുവേലനെ കനിയേണമേ. അനുകൂലനെ അലിയേണമേ. മനുവേലനെ കനിയേണമേ. അനുകൂലനെ അലിയേണമേ. ശീലദോഷമകന്നു ഞങ്ങൾ സുശീലരായി മരുവീടുവാൻ. ശീലദോഷമകന്നു ഞങ്ങൾ സുശീലരായി മരുവീടുവാൻ. ചേലുടെ അടിയങ്ങൾ നിന്നുടെ ആലയങ്ങളുമാകുവാൻ. ചേലുടെ അടിയങ്ങൾ നിന്നുടെ ആലയങ്ങളുമാകുവാൻ. ചെറിയ ബാലരെ അരികിൽ വിടുവിനെന്നരുളിയോരഖിലേശനെ. ചെറിയ ബാലരെ അരികിൽ വിടുവിനെന്നരുളിയോരഖിലേശനെ. അരികിലടിയരങ്ങണഞ്ഞു വരുവതിനരുളണം കൃപനാഥനെ. അരികിലടിയരങ്ങണഞ്ഞു വരുവതിനരുളണം കൃപനാഥനെ. അടിയരുടെ ചെറുപഠനശാലയിൽ വടിവുടെഴുന്നരുളിയിടണം. അടിയരുടെ ചെറുപഠനശാലയിൽ വടിവുടെഴുന്നരുളിയിടണം. പഠനമണിയരിനകത്തടങ്ങളിൽ പതിവതിന്നരുളിയിടണം. പഠനമണിയരിനകത്തടങ്ങളിൽ പതിവതിന്നരുളിയിടണം. കരുണയോടു പുതുഹൃദയമടിയരിലരുക കരുണയിനാടിയേ. കരുണയോടു പുതുഹൃദയമടിയരിലരുക കരുണയിനാടിയേ. മരണം വരെയും നിൻ കൃപയിലമരുവനരുൾക പരമാത്മാവിനെ. മരണം വരെയും നിൻ കൃപയിലമരുവനരുൾക പരമാത്മാവിനെ. ഓശന കരുണാസന പരമേശനെ നസറേശനെ. ഓശന കരുണാസന പരമേശനെ നസറേശനെ. ഓശന ഭുവനേശനെ ഭുവിയാശുവന്നരുളേണമേ. ഓശന ഭുവനേശനെ ഭുവിയാശുവന്നരുളേണമേ. ബാലരാമണിയങ്ങളിൽ മനുവേലനെ കനിയേണമേ. ബാലരാമണിയങ്ങളിൽ മനുവേലനെ കനിയേണമേ. മനുവേലനെ കനിയേണമേ. അനുകൂലനെ അലിയേണമേ. മനുവേലനെ കനിയേണമേ. അനുകൂലനെ അലിയേണമേ. മനുവേലനെ കനിയേണമേ. അനുകൂലനെ അലിയേണമേ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലവും മഹത്വപ്പെടുമാറാകട്ടെ. പിന്നെയും നമുക്ക് അല്പസമയം കർത്താവിൻ്റെ വചനം വായിച്ചിട്ട് അത്യാവശ്യം ആ പാട്ടിൽ നിന്നുള്ള അർത്ഥവും ഈ വചനവുമായിട്ട് കണക്ട് ചെയ്ത് ഒരു ശകലം സംസാരിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം.
എല്ലാവരും സന്തോഷമായിരിക്കുന്നല്ലോ. നമുക്ക് ഒരു വചനം വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായം, അതിൻ്റെ 13, 14, 15 വാക്യങ്ങൾ. അവൻ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതിനെ ചിലർ ശിശുക്കളെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ശിഷ്യന്മാർ അവരെ വിലക്കി. യേശുവോ, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തടുക്കരുത്, സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ അവരുടെ മേൽ കൈവച്ചു. പിന്നെ അവിടെ നിന്ന് യാത്രയായി. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ കുഞ്ഞുങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നവരായിരുന്നു നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. തലമുറകളോട് ഭയങ്കര സ്നേഹം. ശിഷ്യന്മാരെ തടുത്തപ്പോഴും കർത്താവ് പറഞ്ഞു അവരെ തടയരുത്, അവരെ ഇങ്ങോട്ട് വിടാൻ പറഞ്ഞു. അപ്പം എന്നിട്ട് അവരെ അടുത്തിരുത്തി കർത്താവ് കുശലമൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് ആ മക്കളെ വിട്ടു. എങ്കിൽ ദൈവം ഒരുപാട് സ്നേഹിക്കുന്നു. ശിശുക്കളെ ഭയങ്കരമായിട്ട് ശിശുക്കളോട് സ്നേഹമുള്ളവനാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. ഞാൻ പാടിയ പാട്ട് നിങ്ങൾ മനസ്സിലാക്കി കാണുമെന്ന് ഓർക്കുന്നു. ചെറിയ ബാലരെ അരികിൽ വിടുവീൻ എന്ന് അരുളിയോര് അഖിലേശനെ. അപ്പം കർത്താവിനെ ഒരുപാട് ഇഷ്ടമുള്ളതാണ് കുഞ്ഞുങ്ങൾ. എന്നാൽ ഹല്ലേലൂയ, സ്തോത്രം, കുഞ്ഞുങ്ങളുടെ അമ്മയുടെ ഉദരം മുതലേ, അല്ലെങ്കിൽ ലോകസ്ഥാപനത്തിന് മുമ്പ് കുഞ്ഞുങ്ങളെ, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞിലെ മുതൽ ഇങ്ങോട്ട് വിടുമ്പോൾ മുതലേ ദൈവം എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടാണ് ഈ ലോകത്തിൽ നമ്മളെ ഇങ്ങോട്ട് അയക്കുന്നത്. എന്നാൽ ചെറിയ പൈതങ്ങൾ അമ്മയുടെ ഉദരം മുതലേ എന്തൊക്കെ അമ്മ സംസാരിക്കുന്നതോ, അമ്മ ചിന്തിക്കുന്നതോ, അല്ലെങ്കിൽ അമ്മ പറയുന്നത്, അല്ലെങ്കിൽ വീട്ടിനകത്തിരിക്കുന്ന സകല അന്തരീക്ഷങ്ങളും ആ ഉദരത്തിൽ കിടന്ന കുഞ്ഞിലെ അതിൻ്റെ ഉദരത്തിൽ കിടക്കുമ്പോഴേ കേട്ട് ഏകദേശം ഒരു കുഞ്ഞ് അതിൻ്റെ പൂർത്തീകരണം കഴിഞ്ഞ് 2 പാത്രമാകുമ്പോഴും ആ കുഞ്ഞ് ഇതെല്ലാം ഗ്രഹിച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ നല്ല അറിവോടാണ് ഈ കുഞ്ഞ് ജനിക്കുന്നത്. അപ്പം അവൻ്റെ വളർച്ചയിലൊക്കെ ഒരമ്മയുടെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ ശരിക്കും അമ്മ ഡിപ്രഷനാണെങ്കിലും, അല്ലെങ്കിൽ അമ്മ എന്തെങ്കിലും മാനസിക സംഘർഷങ്ങളാണെങ്കിലും, അമ്മയെ അനുഭവിക്കുന്ന റിജക്ഷൻസുകളൊക്കെ പൈതലിനെ ബാധിക്കാനിടയുണ്ട്. അതിനാണ് ശരിക്കും അറിവുള്ളവരൊക്കെ പറയാറില്ലേ, അമ്മമാർ നല്ല പുസ്തകങ്ങൾ വായിക്കണം, നല്ല നല്ല കാര്യങ്ങൾ ചിന്തിക്കണം, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പം നമ്മുടെ ഉണ്ടാകുന്ന മക്കൾ അതുപോലെ അനുഗ്രഹിക്കപ്പെട്ടവരായിത്തീരും. അതുപോലെ തന്നെ അമ്മ എപ്പോഴും വയറ്റത്ത് കൈവച്ച് കുഞ്ഞുങ്ങളെ വെച്ച് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയാറുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ യേശുക്രിസ്തു എന്ന് പറയുന്ന ദൈവത്തെ കാണാഞ്ഞ ഒരു സമയമാണ് എൻ്റെ 2 മക്കളും ഉദരത്തിലുള്ളത്. എങ്കിലും ഞാൻ എപ്പോഴും പറയും, സർവശക്തനായ ദൈവമേ, ഈ കുഞ്ഞുങ്ങൾ 2 മക്കളും അനുഗ്രഹിക്കപ്പെടണമേ, ഇവർ ദൈവാനുഗ്രഹമുള്ള മക്കളായി തീരണേ. അത്രയൊക്കെ പിന്നെ നല്ല പുസ്തകങ്ങൾ വായിക്കാൻ, നല്ല ചിന്തിക്കാനൊക്കെ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. എന്നാലും ഒരുപാട് സംഘർഷങ്ങളും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഒരുപാട് സംഘർഷ അവസ്ഥയ്ക്കകത്തൂടെ ഞാൻ കടന്നു പോകേണ്ട വന്നിട്ടുണ്ട്. എന്നാൽ അവിടെയൊക്കെയും ദൈവം യേശുക്രിസ്തു എന്ന് പറയുന്ന ദൈവമായി നല്ലൊരു ബന്ധം സ്ഥാപിച്ചപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്കകത്തുള്ള പ്രശ്നങ്ങളെ ഒന്നും, അല്ലെങ്കിൽ എനിക്ക് അകത്തുണ്ടായ പ്രശ്നങ്ങളൊന്നും കുഞ്ഞുങ്ങളെ ബാധിക്കരുതെന്ന് ഞാൻ കരയുമായിരുന്നു. യേശുവിനെ കണ്ടപ്പോൾ ആ കുഞ്ഞിലെയുള്ള മുറിവുകളൊന്നും മക്കളെ ബാധിക്കില്ല. അത് ശരിക്കും ബ്രെയിനെ ബാധിക്കും. കുഞ്ഞുങ്ങളെ അത് ഫിസിക്കലി, സ്പിരിച്വലി, മെൻ്റലി ഒക്കെ കുഞ്ഞുങ്ങളെ അത് നന്നായി ബാധിക്കും. അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മുടെ തലമുറകളെ വളർത്തുമ്പോൾ യേശുവുള്ള മക്കളായി വളർത്തണം. എപ്പോഴും പറയണേ, യേശുപ്പച്ചൻ്റെ കൂടെ നടക്കുന്ന മക്കളായി തീരണേ. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്ന് ദൈവശബ്ദം കേട്ടതുപോലെ ആ മക്കളാണെ പറയണേ, ജോസഫിനോട് കൂടെ ഇരുന്ന ദൈവകൃപ പൈതങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണേ നമ്മൾ പ്രാർത്ഥിക്കണം. അതുപോലെ പെൺമക്കളാണെങ്കിൽ നല്ല നല്ല ശരിക്കും നല്ല ഒരു റൂത്തിനെ പോലെ, അല്ലെങ്കിൽ ഒരു എസ്തേറിനെ പോലെ, നല്ല നല്ല ശുശ്രൂഷകരെ കർത്താവിൻ്റെ കാലത്തും അതിനിപ്പോൾ പഴയ നിയമകാലത്തും ഉണ്ടായിരുന്ന പെൺമക്കൾ നല്ല മക്കളായി ജനിച്ചവരുണ്ട് ശുശ്രൂഷയ്ക്കായിട്ട്. അപ്പം അങ്ങനെ ദൈവത്തിന് വേണ്ടി, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട മക്കളായി തീരാൻ നമ്മൾ ഉദരം മുതലേ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. യൗവനകാലത്ത് സൃഷ്ടാവിനെ ആഴമായി അറിയുവാൻ നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ ആ പ്രാർത്ഥിച്ചിന്തിയ ഇന്ന് ഞാൻ ഈ വിഷയം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ കാരണം പ്രധാനമായിട്ടും കുറച്ച് വിവാഹം കഴിഞ്ഞ പെൺമക്കളുടെയൊക്കെ
ചില വോയിസ് എനിക്ക് കേൾക്കുവാനിടയായി. അപ്പം ഞാൻ വളരെയധികം സങ്കടപ്പെട്ടു ആ മക്കളുടെ വിഷയങ്ങളൊക്കെ കേട്ടിട്ട്. അപ്പം അവരുടെ കുഞ്ഞു കുഞ്ഞു വിഷയങ്ങളാണെങ്കിലും നമ്മൾ നോക്കുമ്പം നമ്മുടെ വിഷയമാണ് ഏറ്റവും വലിയ വിഷയം. ഒരു ചെറിയ കുഞ്ഞിന് അവൻ്റേതായ അല്ലെ അവരുടേതായ മുറിവുകളും വേദനകളും അത് ഹൃദയത്തിനകത്തേക്കും അത് ഭയങ്കര വ്രണമായിട്ട് അത് നല്ല പസ്സായിട്ട് അത് പിന്നെ കരിയാത്ത ഒരു മുറിവായിട്ട് തീരേണ്ട ഒരു സിറ്റുവേഷനുകളൊക്കെ സാധാരണ ഉണ്ടാകാറുണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെ ഒരു ഹീലിംഗ് ഉണ്ടാകുന്നത് കർത്താവുമായുള്ളൊരു നല്ല ഒരു ഇന്നർ ഹീലിംഗ് വേണമെങ്കിൽ കർത്താവുമായി നല്ല ബന്ധം സ്ഥാപിച്ചെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. പഴയതൊക്കെ ഓർക്കാതിരിപ്പാൻ തക്കവണ്ണം പൈതങ്ങൾ നല്ലതായിട്ട് പ്രാർത്ഥിച്ച് വചനം വായിച്ച് ശക്തമായിട്ട് അവർ കയറി വന്ന് നല്ല കൗൺസിലിംഗ് ഒക്കെ കിട്ടുന്ന നല്ല മക്കളെ യേശു കർത്താവാണ് ഏറ്റവും വലിയ കൗൺസിലർ. അപ്പം ആ കർത്താവുമായുള്ള ബന്ധത്തിൽ ജീവിക്കുന്ന മക്കൾ അല്ല എങ്കിൽ നിശ്ചയമായിട്ടും ഒരുപാട് റിജക്ഷൻസ് അനുഭവിച്ച മക്കളാണെങ്കിൽ നിശ്ചയമായിട്ടൊരു വിവാഹ ജീവിതം കഴിയുമ്പോഴാണ് അല്ലെങ്കിൽ അങ്ങോട്ടുള്ള ലൈഫിലാണ് ഒരുപാട് കുഞ്ഞുങ്ങൾ ഡിപ്രസ്ഡ് ആവുകയും കുഞ്ഞുങ്ങൾ മാനസികമായ സംഘർഷങ്ങളൊക്കെ ആവും. പിന്നെ അത് നല്ല തലമുറകളെ വാർത്തെടുക്കുവാൻ ആ കുഞ്ഞുങ്ങൾക്ക് കഴിയാതെ വരുന്നു. അപ്പം അവർ ചെറിയ നിസ്സാര കാര്യത്തിന് അവർ പൊട്ടിത്തെറിക്കാനുള്ള ഒരു കാരണം കുഞ്ഞിലേ മുതൽ അവരുടെ ഉള്ള റിജക്ഷൻസാണ്. അപ്പോൾ തന്നെ നല്ലൊരു ഹസ്ബൻഡിനെ കിട്ടാൻ നല്ലൊരു വൈഫിനെ കിട്ടാനും യൗവനകാലത്ത് മക്കൾക്ക് വേണ്ടി മാതാപിതാക്കളും പ്രാർത്ഥിക്കണം, മക്കളും പ്രാർത്ഥിക്കണം. ഒരിക്കലും ഞാൻ എൻ്റെ എൻ്റെ ജീവിതത്തിൽ പല എക്സ്പീരിയൻസിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഒരിക്കലും ഒരു അറേഞ്ച്ഡ് മാരേജ് അല്ലാതെ ഒരിക്കലും ഒരു സ്വയം തിരഞ്ഞെടുത്തുള്ള ഒരു മാരേജ് എന്ന് പറയുന്നത് അത് വളരെയധികം ശരിക്കും പറയാം ഭയാനകമായ കാര്യം പോലാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം യേശുപ്പച്ചൻ തിരഞ്ഞെടുക്കുന്ന ഒരു പൈതലാണെങ്കിൽ ഒരിക്കലും അതിനകത്തൊരു ഡിഫക്റ്റ് വരത്തില്ല. യേശുപ്പച്ചൻ കണ്ട ലോകസ്ഥാപനത്തിന് മുമ്പ് യേശുപ്പച്ചൻ കണ്ടവരുണ്ടല്ലോ. അപ്പോൾ തന്നെ പേരൻസ് ആണെങ്കിലും ദൈവഹിതപ്രകാരമുള്ള പൈതങ്ങളെ കൂട്ടി യോജിപ്പിച്ചില്ലെങ്കിൽ അവർ കുറേ കഴിയുമ്പോൾ മാനസികമായ സംഘർഷങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും. ഞാനിതൊക്കെ ഇപ്പോൾ പറയാൻ കാരണം ഒന്ന് രണ്ട് മക്കൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആൻറ്റി എനിക്കൊരു ഒരാളുമായിട്ട് എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യം തോന്നി, കല്യാണം കഴിച്ചു. പക്ഷേ ഞാൻ ഓർത്തു ആ കണ്ട സ്നേഹമൊക്കെ ആയിരിക്കും പെൺകുഞ്ഞുങ്ങൾ. ഇത് വളരെ ശ്രദ്ധിക്കണമേ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. മക്കളാണെങ്കിലും ശ്രദ്ധിക്കണം. നമ്മൾ യേശുപ്പച്ചൻ തിരഞ്ഞെടുക്കുന്നതും യൗവനകാലത്ത് സൃഷ്ടാവുമായി ആഴമായി ബന്ധം സ്ഥാപിക്കുന്നവരാരും പിന്നെ വേറൊരു സ്നേഹിക്കാൻ ഒരാളെ തിരഞ്ഞെടുക്കത്തില്ല. അത് യേശുപ്പച്ചൻ തക്ക സമയമാകുമ്പോൾ തിരഞ്ഞെടുത്ത് തരും. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ പറയട്ടെ, അപ്പം നമ്മൾ സ്വയം തിരഞ്ഞെടുത്ത് കഴിയുമ്പോൾ സംഭവിക്കുന്നത് ഒരുപാട് പ്രശ്നങ്ങൾക്കകത്തൂടെ കടന്ന് ഒത്തിരി കുഞ്ഞുങ്ങളെ ഞാൻ കൗൺസിൽ ചെയ്യാനും ഒരുപാട് കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ അവരുടെ വിഷമങ്ങൾ പറയുവാനിടയായപ്പോഴാണ് എനിക്ക് ഭയങ്കര സങ്കടം തോന്നി ആ മക്കളുടെയൊക്കെ കാര്യത്തിൽ. ആൻറ്റി, ഞാൻ വളരെയധികം പ്രതീക്ഷയോടാണ് എന്നെ സ്നേഹിക്കുമെന്ന് എൻ്റെ മാതാപിതാക്കളെ പോലും ഞാൻ മൈൻഡ് ചെയ്യാതെ ഞാൻ കല്യാണം നടന്നു. പക്ഷേങ്കിൽ എൻ്റെ ജീവിതത്തിലെല്ലാം ഞാൻ ഓർത്തെന്നെ നല്ലതായിട്ട് സ്നേഹിക്കുന്നു. പക്ഷേ 1-2 വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്നേഹം ആ കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ ആ സ്നേഹമൊക്കെ അങ്ങ് മാറി. പിന്നെ എന്നെ കരുതത്തില്ല, സ്നേഹിക്കത്തില്ല, എന്നോട് ഒരു നല്ല സമീപനമല്ല. എന്നെ പോലെ തന്നെ പലരും അദ്ദേഹത്തിൻ്റെ കൂടെ അങ്ങനെ സ്നേഹിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം ആ കുഞ്ഞ് വളരെ വേദനയോടാണ് പറഞ്ഞു, ഞാൻ അദ്ദേഹം എന്നെ സ്നേഹിക്കും, എന്നെ കരുതും, മരിക്കുന്നിടം വരെ എന്നെ നോക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ കുറച്ച് കഴിയുമ്പം അദ്ദേഹത്തിന് എന്നെ മടുപ്പായി. എൻ്റെ കുറവുകളും ബലഹീനതകളും മാത്രം തിരഞ്ഞെടുത്ത് പറയുവാനും അങ്ങനെ എന്നോടൊരു ഭയങ്കര അസ്വസ്ഥതയൊക്കെ ജനിക്കാനിടയായപ്പോൾ ഞാനും പിതുക്കെ എനിക്കും സംഘർഷങ്ങൾ അകത്ത് വരാൻ തോന്നി. എനിക്ക് സംഘർഷങ്ങൾ വന്നു തുടങ്ങി. എൻ്റെ പാരൻസിനോട് പറയാൻ പറ്റത്തില്ല, അവരുടെ പാരൻസിനോട് പറ്റത്തില്ല, അവരുടെ ബ്രദേഴ്സിനോടോ എൻ്റെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സോ ഒന്നും പറയാൻ പറ്റത്തില്ല. എനിക്ക് ആരോടും ഞാൻ സ്വയം തിരഞ്ഞെടുത്തതല്ലേ ആൻറ്റി എന്ന് പറഞ്ഞാൽ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഒരു ഡെലിവറിയൊക്കെ കഴിഞ്ഞ് കിടക്കുമ്പോഴും ആ കുഞ്ഞ് അനുഭവിക്കുന്ന അസ്വസ്ഥതകൾ, ഹസ്ബൻഡിനെ കൊണ്ട് അനുഭവിക്കുന്ന കഷ്ടതകളും പ്രയാസങ്ങളും പ്രതികൂലം ഒരിക്കലും ചിന്തിക്കാൻ വയ്യാത്ത കഷ്ടത്തിലും സ്ട്രഗിളിൽ കൂടി ആ കുഞ്ഞുങ്ങൾ പോകുമ്പോൾ അത് എന്നോട് പറയുകയും കരയുകയും മാത്രം ചെയ്യുക. അപ്പോൾ തന്നെ ആ കുഞ്ഞിനെ വളർത്തിയെടുക്കുമ്പോൾ തന്നെ അവൾ ഒരുപാട് വേദനയോടെ ആ കുഞ്ഞുങ്ങൾ ഓരോരുത്തരും അങ്ങനെ കഷ്ടം അനുഭവിക്കുന്നത്. അപ്പോൾ ഇന്ന് എനിക്ക് പകൽക്കാലം നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, ഒരിക്കലും സ്വയം തിരഞ്ഞെടുക്കാതെ തന്നെ ഹല്ലേലൂയ
ദൈവത്തിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് ദൈവം കൊണ്ടുതരുന്ന ഒരു നല്ല പൈതലിനെ കൂട്ടി തരണമേ എന്ന് പ്രാർത്ഥിക്കണം. കാരണം ഈ ലോകം വളരെയധികം നാശകരമായൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ തിരഞ്ഞെടുക്കുന്നതൊക്കെ വളരെയധികം പരാജയത്തിലേക്ക് കൂപ്പുകുത്തുവാൻ ഇടയാകും. യൗവനക്കാരി മക്കൾ ഇന്ന് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്വയമായിട്ട് ഒന്നും തിരഞ്ഞെടുക്കുക. യേശുപ്പച്ചൻ നല്ലൊരു തക്ക തുണയെ ഒരുക്കി തരും. ഹല്ലേലൂയ. അതിന് നമുക്ക് കർത്താവ് സർവശക്തനാണ്. ദൈവവചന ധ്യാനത്തിലും പ്രാർത്ഥനയിലുമുള്ള നല്ല മക്കളെ തിരഞ്ഞെടുക്കുന്നത് നല്ലൊരു സമാധാനപരമായ ജീവിതം നയിക്കുവാനിടയാകും. അല്ലെ, ആദ്യത്തെ ആ ഒരു മോടി, ആ ഒരു സന്തോഷമൊക്കെ പിന്നെ നഷ്ടപ്പെടും. പിന്നെ എങ്ങനെയെങ്കിലും എന്നോട് പറയുന്ന ആ മോള് അങ്ങനെ കുറച്ച് പേര് എന്നെ വിളിച്ചിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, ആൻറ്റി ഞാനങ്ങ് പെട്ടുപോയി ആൻറ്റി, ഇനി സംഭവിച്ചു പോയി, ഇനി എങ്ങനെയകത്തുനിന്ന് മാറാനും പറ്റില്ല. യേശുപ്പച്ചൻ പറയുന്നു മരിച്ചു മാറും, അല്ലാതെ ഒരു ഡിവോഴ്സോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ബൈബിൾ പ്രമാണം അനുസരിച്ച് നടക്കത്തില്ല. അപ്പം ഞാൻ എങ്ങനെയാ ജീവിക്കുന്നത്? ഞാൻ പറഞ്ഞു മോളെ, ഇനിയും അത് തരണം ചെയ്തേ പറ്റൂ. ഇനിയിപ്പം സംഭവിച്ചു, കർത്താവിനെ മോള് കണ്ടല്ലോ, ഇനി യേശുപ്പച്ചനോട് മോള് പ്രാർത്ഥിച്ച്, അല്ലെങ്കിൽ മോനെ നീ യേശുപ്പച്ചനോട് പ്രാർത്ഥിച്ച് അത് കർത്താവ് എന്നതൊക്കെ ഒരു സൊല്യൂഷൻ തന്ന് അത് മുന്നോട്ട് യാത്ര ചെയ്തെങ്കിൽ ആ പിഞ്ചു കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ 2-3 കുഞ്ഞുങ്ങളുള്ള ഒരു മോളാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആൻറ്റി എനിക്കിനി ഒരു സ്റ്റെപ്പ് വെക്കാൻ വയ്യ, എനിക്കിനി ജീവിക്കാൻ വയ്യ, ഞാൻ ചെയ്യുന്നതെല്ലാം കുറ്റമാണ്, ഞാൻ ചെയ്യുന്നത് എന്തും എന്നെ എപ്പോഴും ഓരോ ഓമന പേരുകൾ, ഓരോ പ്രോനൗൺസുകൾ വിളിക്കാൻ തുടങ്ങും. അതൊക്കെ കേൾക്കുന്ന ഉടനെ എനിക്ക് ഭയങ്കര സങ്കടാവസ്ഥയാണ്. ഞാൻ പറയട്ടെ, വിശ്വാസത്തിൽ വന്നിട്ട് അവർക്കുള്ള മാനസാന്തരമില്ലായ്മയും അല്ലെങ്കിൽ ലോകത്തിന് അടിമകളായി മൊബൈലിനകത്ത് അടിമകളായിട്ടും ജീവിക്കുമ്പോൾ കുടുംബജീവിതത്തെ വളരെയധികം തകർച്ചയിലേക്ക് എത്തപ്പെടുവാനും സമാധാനവും സന്തോഷവും സ്വസ്ഥതയും നഷ്ടപ്പെടും. സ്വന്തം ഭാര്യയോടുള്ള സ്നേഹമോ ഭർത്താവിനുള്ള സ്നേഹത്തെക്കാൾ ഉപരി മൊബൈലിനെ സ്നേഹിക്കും. ഈ ദിവസങ്ങളിൽ കണ്ടുവരുന്ന ഓരോ കാര്യങ്ങൾക്കകത്തു നിന്നാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ആ കുഞ്ഞ് വളരെയധികം പ്രതികൂലമായി ഇനി എന്ത് ചെയ്യാൻ പറ്റുമല്ല, എനിക്ക് വീട്ടിലും പറയാൻ പറ്റും, എൻ്റെ മമ്മിയോടും പപ്പയോടും പറയാൻ പറ്റത്തില്ല, അവരുടെ പപ്പയോടും മമ്മിയോടും പറയാൻ പറ്റില്ല, അവരെന്നെ എപ്പോഴും വിധിക്കും, നീ എന്തിനാ അങ്ങനെ പോയേ എന്ന് ചോദിക്കും. എന്തിനാ ദൈവത്തിൻ്റെ മക്കളെ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ വരുമ്പോൾ പേരൻസും ആകെ വേദനിക്കുകയാണ്. എത്ര പേരാണ് നിങ്ങളെ ഓർത്ത് സങ്കടപ്പെടുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഞാൻ പറയട്ടെ, നമ്മൾ കാണുന്നതൊന്നും അല്ല, മിന്നുന്നതെല്ലാം പൊന്നല്ലെന്ന് സ്തോത്രം ഒരു പഴഞ്ചൊല്ല് പറയും. നമ്മൾ ആദ്യം കാണുന്നതൊക്കെ നല്ല സന്തോഷമായിട്ട് തോന്നും, പക്ഷെങ്കിൽ അതെല്ലാം ട്രാജഡിയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നിങ്ങൾ ആരെങ്കിലും ഒരാളെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ദയവായിട്ട് അവിടെ നിന്ന് മാറുന്നതാണ് ഏറ്റവും നല്ലത്. ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ അതാണ്. ഇനിയും ബൈ ചാൻസിൽ നിങ്ങൾ വിവാഹിതരായി പോയെങ്കിൽ ദൈവസന്നിധിയിൽ നിങ്ങൾ രണ്ടുപേരും കൈകോർത്ത് പ്രാർത്ഥിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെടണം. ഒരു കുടുംബജീവിതം നയിക്കുമ്പോൾ രണ്ടുപേരും കൈകോർത്ത് കുടുംബ പ്രാർത്ഥന കഴിഞ്ഞിട്ട് കിടന്നുറങ്ങാൻ നേരത്ത് രണ്ടുപേരും കൈകോർത്ത് പ്രാർത്ഥിച്ചിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോഴും കൈകോർത്ത് പ്രാർത്ഥിച്ച് ഒരു ദിവസം തുടങ്ങുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു ഐശ്വര്യപൂർണ്ണമായൊരു ജീവിതം നയിക്കുവാൻ ഇടവരും. അപ്പോൾ പല മക്കളും വിളിച്ചിട്ട് അവരുടെ ജീവിതത്തിലെ ഭയങ്കര പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും, ആൻറ്റി എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നുവെങ്കിലും എന്നെയല്ല സ്നേഹിക്കുന്നത്, ഞാൻ ഒരുപാട് വിഷമത്തിനകത്തൂടെ, എനിക്ക് ആരോടും പറയാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് ഒരുപാട് അസ്വസ്ഥതകൾക്കകത്തൂടെ കടന്നു പോകുന്ന പെൺമക്കൾ എന്നെ വിളിക്കുവാനിടയായി, യൗവനക്കാർ മക്കൾ എന്നെ വിളിക്കുവാനിടയായി. ഞാൻ പറയട്ടെ, ആദ്യം നമുക്ക് തോന്നുന്നത് പോലെ അല്ല പിന്നെ മുന്നോട്ടുള്ള യാത്ര. ആൺപിള്ളേർക്കാണെങ്കിലും ഒരു പെൺകൊച്ചിനെ ഇഷ്ടപ്പെട്ടു, കല്യാണം കഴിച്ചു, പിന്നെ അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് വേറെ വേറെ ചിന്തകളൊക്കെ വന്ന് വേറെ പെൺപിള്ളേരുമായിട്ടൊക്കെയുള്ള ലൈഫ് തുടങ്ങുമ്പോൾ ഈ കുഞ്ഞ് വളരെയധികം വേദനിക്കുന്ന അങ്ങനെ പല മക്കൾ എന്നെ വിളിച്ചു. ആ വിളിച്ചതിനകത്തുനിന്ന് അവരുടെ തിക്ത അനുഭവങ്ങൾ പറയുമ്പോൾ ഞാൻ അവരോട് കരഞ്ഞതല്ലാതെ എനിക്ക് അതിനൊരു സൊല്യൂഷൻ എങ്ങനെ പറഞ്ഞു കൊടുക്കാനാ? കാര്യം കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടതാണെങ്കിൽ ഇത്രയും കഷ്ടം വരത്തില്ലായിരുന്നു. എന്നാൽ കഷ്ടത ഇല്ലെന്നല്ല, കഷ്ടത വരുമ്പോഴും അവർ ഒന്നിച്ചത് ആ സ്ട്രഗിളിനെ അത് ഫേസ് ചെയ്യും. അങ്ങനൊരു അതിനകത്തൂടെ കടന്നു പോകുമ്പോഴും അവർ ദൈവത്തിൽ നിൽക്കുന്നതുകൊണ്ട് സാരമില്ല ചാച്ചാ, അത് കുഴപ്പമില്ല, അതിനകത്ത് നമുക്ക് ക്ഷമിക്കാവുന്നതല്ലേ ഉള്ളൂ, സഹിക്കാവുന്നേ ഉള്ളൂ. തിരിച്ചു അങ്ങനെ പറയും, മോളെ സാരമില്ല. പക്ഷേ ദൈവത്തിലല്ല എങ്കിൽ തമ്മിൽ സ്നേഹിക്കാൻ കഴിയത്തില്ല. കാണുന്ന എല്ലാം കുറ്റപ്പാടും കുറവുകളും എന്നുവെച്ചാൽ സ്നേഹമില്ലാത്തത് കൊണ്ട് എല്ലാം കുറ്റമായിട്ടേ പറയത്തുള്ളൂ. കാര്യം അവരുടെ അകത്ത് വേറെ പല കാര്യങ്ങളാണ്.
അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ഞാൻ ശിശുക്കളുടെ കാര്യം പറഞ്ഞു വന്നത് യൗവനത്തിലേക്ക് അവർ വരുമ്പോൾ അതെ വളരെയധികം സ്ട്രഗിളായി. യൗവനം എന്ന് പറയുമ്പോൾ യൗവനത്തിലേക്ക് കടക്കുമ്പോൾ തീർച്ചയായിട്ടും പലവിധമായ ചിന്തകളാണ് കുഞ്ഞുങ്ങളെ ഭരിക്കുന്നത്. ലോകത്തിനകത്ത് പെട്ടുപോകാതിരിക്കാൻ വളരെയധികം ഭയത്തോടും വിറയിലൂടെ ഈ പ്രവാസകാലം കഴിച്ചു കൂട്ടുവാൻ, ലോകത്തിലുള്ള ബന്ധങ്ങളും ലോകത്തിലുള്ളതെല്ലാം ഒരു നശ്വരമായ ഒരു ജീവിതമാണ്. എന്നാൽ ദൈവത്താൽ സെലക്ട് ചെയ്ത മക്കള് അതേ സമാധാനവും സന്തോഷവും സ്വസ്ഥതയുണ്ട്. അവിടെ പേരൻസും ഉണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ, സഹോദരങ്ങളും കാണും. പക്ഷെങ്കിൽ അല്ലെങ്കിലുണ്ടല്ലോ അത് വല്ലാത്ത ഒരു ലൈഫായി തീരും. അതുകൊണ്ട് സമാധാനമില്ല, സന്തോഷം നഷ്ടപ്പെട്ടു, അത് എങ്ങനെയെങ്കിലും ജീവിച്ച് തീർത്താൽ മതി എന്ന് വിചാരിക്കുന്ന എത്ര പെൺകുഞ്ഞുങ്ങളെ എനിക്കറിയാം. എങ്ങനെയെങ്കിലും ജീവിച്ച് തീർത്താൽ മതി ആൻറ്റി, എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങൾ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ കുഞ്ഞുങ്ങളെ ഓർക്കും എനിക്ക് സങ്കടം ആൻറ്റി. ഇങ്ങനെയൊക്കെ ഒരുപാട് കഷ്ടത്തിനകത്തൂടെ പോകുന്ന പെൺമക്കളെ എന്നെ വിളിക്കാനിടയായി. അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. എനിക്ക് പെൺമക്കളില്ലെങ്കിലും എനിക്ക് പെൺകുഞ്ഞുങ്ങളെക്കൂടെ ഒരു പ്രത്യേക സ്നേഹമുണ്ട്. അവരുടെ ആ വേദനാജനകമായ അതേ ബോയ്സിനെ കുറിച്ചുള്ള തിക്ത അനുഭവങ്ങൾ, അതേ ഹല്ലേലൂയ, ഒരാളെ സ്നേഹിക്കുന്നത് പറയുമ്പോൾ തന്നെ 10 പേരെ ഒരുമിച്ച് കൈകാര്യം ചെയ്യുവാൻ കഴിയുന്ന ആൺപിള്ളേരും ഉണ്ട്. ഇതുപോലെ തന്നെ തിരിച്ച് പെൺപിള്ളേരുമുണ്ട്. അപ്പം ഞാൻ പറയട്ടെ, കല്യാണം കഴിഞ്ഞു സ്വന്തം ഭർത്താവ് ഉള്ളപ്പോൾ തന്നെ അതേ വേറെ പല കോളുകളും ചാറ്റിങ്ങും ഒക്കെ നടക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഇതൊക്കെ എങ്ങനെയാണ് വന്ന് ഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ദൈവവുമായിട്ടുള്ള ബന്ധവുമില്ല. ദൈവത്തിൻ്റെ ചുമ്മാ കുടുംബ പ്രാർത്ഥനയ്ക്ക് രാവിലെ വൈകിട്ടും അപ്പനും അമ്മയും പറയുമ്പോൾ വന്നിരിക്കും. അതല്ല, നിങ്ങൾ പേഴ്സണലായിട്ട് കർത്താവുമായി നല്ലൊരു ബന്ധം സ്ഥാപിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് ക്രിസ്തീയ ജീവിതം നയിക്കാൻ കഴിയത്തുള്ളൂ. പേരൻസ് പറഞ്ഞു മോളെ പ്രാർത്ഥിരും, മോനെ പ്രാർത്ഥിരുന്ന് പറയല്ല. സ്വന്തമായിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ച് യേശുവപ്പച്ചനുമായി നല്ലൊരു ഇൻറ്റിമസി ഉള്ളവർ ഒരിക്കലും സ്വയമായിട്ടൊന്നും തിരഞ്ഞെടുക്കത്തില്ല. ഇന്ന് പകൽക്കാലം അങ്ങനെ ഒരുപാട് കഷ്ടതയിൽ അനുഭവിക്കുന്ന മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇതിലൊന്നും അകപ്പെട്ടു പോകാതെ അതേ സ്തോത്രം ഓരോ സ്വന്തം പപ്പയും അമ്മയെ വേദനിപ്പിച്ച് യാത്ര ചെയ്യാൻ അനുവദിക്കാതെ അതേ ദൈവത്തിൽ ആശ്രയിച്ച് കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടത് നല്ലത് വരുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുപാട് കഷ്ടത്തിനകത്തൂടെ പോകുന്ന മക്കളെ എനിക്ക് കാണുവാൻ കഴിഞ്ഞു. അതൊക്കെ എനിക്ക് സങ്കടത്തോടെ എനിക്ക് ബോറായി ആൻറ്റി, എനിക്കിനി ലൈഫ് മതിയായി ആൻറ്റി, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ആൻറ്റി എന്നൊക്കെ എന്നോട് പറയും. ഒരു കൈക്കുഞ്ഞുമായിട്ട് നിൽക്കുമ്പോഴാണ് എന്നോട് പറയുന്നത്, ആൻറ്റി ബോറായി, ആൻറ്റി ബോറായി. എന്തോ ഒരു സ്നേഹത്തോടാണ് പുറകെ ഇറങ്ങി തിരിച്ചത്. പക്ഷേ അവസാനം ബോറായി എന്ന് പറയണമെങ്കിൽ ആ കുഞ്ഞിൻ്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്കണം. അവൾക്ക് എന്തെങ്കിലും അവൾ ചെയ്യാൻ കൊച്ചിലെ അവളുടെ ലൈഫിൽ അപ്പയും അമ്മയും വളരെ ഓമനിച്ച് വളർത്തിയിട്ട് അവൾക്ക് ഒരു കാര്യവും അറിയത്തില്ല. ഇവിടെ വന്ന് ഒരിക്കലും ചിന്തിക്കാത്ത കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും വന്നിട്ടും ഹസ്ബൻഡിന് ഒരു കരുതലോ സ്നേഹമോ അല്ലെങ്കിൽ എൻ്റെ വൈഫ് ഇങ്ങനെ കഷ്ടപ്പെടുന്നു എന്ന് അങ്ങനെ ഒരു ചിന്ത പോലും ഇല്ല. അവളുടെ ഡ്യൂട്ടി അവൾ ചെയ്യട്ടെ, അതിനെന്താ, അത് അവളുടെ ഡ്യൂട്ടി അല്ലേ. ഈ വന്ന കാലത്ത് ആൺപിള്ളേരും പെൺപിള്ളേരും കൂടാണ് ഒരു കിച്ചണിലെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്. എന്നാൽ പണ്ടൊരു കാലത്ത് ഹസ്ബൻഡുമാർ വീട്ടിനകത്ത് പൂമുഖത്തിരിക്കത്തേ ഉള്ളൂ, പത്രവും വായിച്ച് കാലും വെച്ച് ഈസി ചെയറിലിരിക്കും, ഭാര്യ എല്ലാം കൊണ്ട് കൊടുക്കും, അങ്ങനെയൊക്കെയുള്ള. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം എല്ലാം കുറച്ചൊക്കെ ഒരു ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെൻറ്റാലിറ്റി വന്നു. എന്നാൽ ഞാൻ പറയട്ടെ, ഒന്നും അറിയാൻ വയ്യാത്ത പെൺമക്കളെ വളരെ കഷ്ടത അനുഭവിക്കും. അതുകൊണ്ട് അവരെയും കുറച്ചൊക്കെ കാര്യങ്ങൾ ശീലിപ്പിച്ച് അവരെയൊക്കെ നല്ല ലെവലിൽ കൊണ്ടുപോകുന്നത് ഒത്തിരി നന്നായിരിക്കും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഈ കുഞ്ഞുങ്ങളെക്കുറിച്ച് എനിക്ക് പറയുമ്പോൾ സങ്കടമുണ്ട്. ഓരോ മക്കളും അങ്ങനെ വിഷമിച്ച് അവർ ശരിക്കും ഒരു നിരാശരായിട്ട് അവരുടെ ഹൃദയത്തിനകത്ത് വേദനയായി ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ക്ഷീണിപ്പിച്ച് അവർ വളരെ അസ്വസ്ഥമായി ജീവിതം കഴിച്ചു കൂട്ടുന്ന പെൺമക്കളെ എനിക്കറിയാം. അതുകൊണ്ട് അവരുടെ ലൈഫ് എങ്ങനെയെങ്കിലും തീർന്നാൽ മതി എന്ന് ചിന്തിക്കുന്ന മക്കളെ ഇന്ന് നമുക്ക് യൗവനക്കാർ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു അറേഞ്ച്ഡ് മാരേജ് ആണോ ഒരു ലവ് മാരേജ് ആണോ നടക്കേണ്ടത്? ഒരിക്കലും ലവ് മാരേജ് നടക്കാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വയം തിരഞ്ഞെടുപ്പിന് പോകാതിരിക്കാൻ പ്രാർത്ഥിക്കാം. കാരണം അവരുടെ ലൈഫേ തകർന്നു പോവുകയാണ്. അവരുടെ കുടുംബ ജീവിതത്തിൽ ഭയങ്കര പ്രശ്നങ്ങൾക്കകത്തൂടെ അവർ കടന്നു പോകും. ആരോടും അവർക്ക് ഷെയർ ചെയ്യാൻ കഴിയത്തില്ല. ഒറ്റപ്പെട്ട അവസ്ഥകൾ, നിന്ദകൾ, പരിഹാസങ്ങൾ, ഒറ്റപ്പെടലുകൾ, ശൂന്യതകൾ ഒക്കെ അനുഭവിക്കുന്ന ഒരു രംഗമാണ് ഈ തന്നെ ഇറങ്ങിപ്പോകുന്ന അവസ്ഥ. അപ്പം അതുകൊണ്ട് അതിൽ നിന്നും മാതാപിതാക്കളുടെ
ദൈവത്തിൻ്റെയും ഇഷ്ടത്തിന് മുന്നോട്ട് യാത്ര ചെയ്യുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ നിശ്ചയമായിട്ടും അതെ കഷ്ടത്തിൽ ഏറ്റവും അടുത്ത് തുണിയായിരിക്കുന്ന ദൈവം കൂട്ടായിരിക്കും. അതെ, ഞാൻ കർണാടകയിലായിരിക്കുമ്പോഴും പലരും എൻ്റെ അടുത്ത് വന്ന് എന്നെ അമ്മ എന്ന് വിളിക്കുന്ന മക്കളുണ്ട്. അവർ പറഞ്ഞു, അമ്മ എനിക്കിനി അവരുടെ കന്നഡ ഭാഷയിൽ എനിക്കിനിയും എൻ്റെ ഹസ്ബൻഡോട് ജീവിക്കാനുള്ളൊരു സന്തോഷവുമില്ല, എനിക്ക് എങ്ങനെയെങ്കിലും എനിക്കില്ല, എൻ്റെ ലൈഫ് അങ്ങ് തീർന്നാൽ മതി അമ്മ. ഇതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ വളരെ സങ്കടപ്പെടാറുണ്ട്. നമുക്കൊന്നും ഈ കുടുംബജീവിതത്തിൽ അതൊന്നും കയറാൻ പറ്റത്തില്ല. ഒരു വ്യക്തിക്കും ഇതിനകത്ത് കയറാൻ പറ്റത്തില്ല. കാരണം അവരെ ഒരു പരിധി വരെ പറയുമ്പോൾ രണ്ടു പേർക്കും അതൊരു ഇൻസൾട്ടിങ് ആവും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മൾ അവർക്ക് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കഷ്ടം അനുഭവിക്കുന്ന, വിവിധ പ്രതികൂലങ്ങൾ അനുഭവിക്കുന്ന മക്കളുണ്ട്. ഓരോ ദിവസവും ഞാൻ ഓരോ കാര്യങ്ങളുടെ സ്പെഷ്യൽ കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത്. ഓരോ അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന യൗവനക്കാർ മക്കളുണ്ടെങ്കിൽ, പെൺമക്കളും ആമക്കളും ഉണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ഒരു തീരുമാനം എടുക്കരുത്. നിങ്ങൾ ആയിരിക്കുന്ന മേഖലയിൽ കർത്താവുമായി നല്ല ആഴമായി ബന്ധം സ്ഥാപിക്കുമ്പോൾ തക്ക സമയത്ത് ആമേൻ സ്തോത്രം, ഏലിയാസറിനെ അയച്ചതുപോലെ അതേ സ്തോത്രം, പരിശുദ്ധാത്മാവായ ദൈവം നമ്മൾക്ക് വേണ്ടി തക്കത് ഒരുക്കി തന്ന തക്ക സമയത്ത് അത് അടയാള സഹിതം നമുക്ക് വേണ്ടി ദൈവം നന്നായി ചെയ്തു വെച്ചിരിക്കുന്ന തക്ക സമയമാകുമ്പോൾ അതെല്ലാം ലഭിക്കും. അതുകൊണ്ട് ഒരു ജോലിയുടെ കാര്യമാണെങ്കിലും, ഒരു വിവാഹത്തിൻ്റെ കാര്യമാണെങ്കിലും, വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം, ഏത് വിഷയമായിരുന്നാലും ദൈവത്തോട് ആലോചന ചോദിച്ച് ദൈവേഷ്ടപ്രകാരം യാത്ര ചെയ്യുകയാണ് നിങ്ങളുടെ യാത്ര ശുഭകരമാകും. ഇന്ന് പകൽക്കാലം നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം തരാൻ തക്കവണ്ണം നമുക്ക് നമ്മുടെ തലമുറകൾക്ക് കൊടുക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതേ ക്രിസ്തീയ ജീവിതം അതേ ശക്തമായി ഉയർത്തുന്ന ഒരു കുടുംബമായി തീരുവാൻ തക്കവണ്ണം നമ്മുടെ തലമുറകളെ അതിന് വാർത്തെടുക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് അവരനുഭവിക്കുന്ന കഷ്ടങ്ങളിൽ നമുക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം സകലത്തിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട ഒരു കുടുംബജീവിതം, യൗവനം എല്ലാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ നമുക്കിന്ന് പ്രത്യേകാൽ പ്രാർത്ഥന. കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ നാളെ അവർ തലമുറകളെ കർത്താവിനെ പ്രസിദ്ധമാക്കേണ്ടവരും അനേക തലമുറകളെ വാർത്തെടുക്കുവാനും അതേ കഴിവുള്ളവരായി, കഴിവുറ്റവർ, നല്ല മക്കളായി തീരുവാൻ തക്കണം. കർത്താവിൽ പ്രസിദ്ധരാകേണ്ട മക്കളുണ്ട്. കുടുംബം പാസ്റ്റേഴ്സ് അല്ലെങ്കിൽ പുരോഹിത വർഗമായി തീരേണ്ട മക്കളുണ്ട്. അവരൊക്കെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. മദ്യത്തിനും മയക്കുമരുന്നിനും അതേ സ്തോത്രം വളരെയധികം ഭീകരവാദി പ്രവർത്തനങ്ങൾക്ക് മുൻകൈ എടുക്കുവാൻ യൗവനക്കാരെ വളർത്തിയെടുക്കുന്ന ഒരു വിഭാഗമുണ്ട്. അവരെ എല്ലാം ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ആ അനർത്ഥങ്ങളും കഷ്ടങ്ങളിലും ഒക്കെ അവരെ വിടുവിച്ച് ദൈവവുമായൊരു ബന്ധം സ്ഥാപിപ്പാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധനായ പിതാവേ, ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവ്, ഇന്ന് ഞങ്ങൾ യൗവനക്കാർ മക്കൾക്ക് വേണ്ടിയാണല്ലോ, അവരെയാണല്ലോ ഇന്ന് ഫോക്കസ് ചെയ്ത് ഞങ്ങളുടെ തലമുറകളൊക്കെ ഭാരപ്പെടുന്നു. അവിടങ്ങളിൽ കർത്താവെ ആരോട് പറയുവാൻ കഴിയാത്ത മുറിക്കകത്തിരുന്ന് കഷ്ടം അനുഭവിക്കുന്നു. പേരൻസിനോട് പറയാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. പേരൻസ് വീട്ടിൽ ചെന്നാൽ അവിടെ എന്തായിത്തീരും, അതുകൊണ്ട് വീട്ടിലോട്ട് ഇനി പോകുന്നില്ല, ഇനിയൊരു സൂയിസൈഡേ ഉള്ളു രക്ഷ, ഇനി ഇവിടെ എനിക്കൊരു സ്വസ്ഥതയില്ല, എന്നാൽ എൻ്റെ ജീവിതം അത് തീർത്തേക്കാം എന്ന് വിചാരിക്കുന്ന ഒരുപാട് മക്കളുണ്ട്. അവരെ എല്ലാം തിരുക്കരങ്ങളിലേക്ക്, ആ സൂയിസൈഡ് സ്പിരിറ്റിൽ നിന്ന് അവരെ വിടുവിക്കണമേ കർത്താവെ. മാനസികമായ ടെൻഷൻ, അതേ കർത്താവെ, അതിൽ ഭയങ്കര ഡിപ്രസ്ഡ് ആയ മക്കളുണ്ട്. അവരോട് കരുണ തോന്നണമേ. പലവിധ കാര്യത്തിലും എൻ്റെ മോള് അതിൽ നിന്ന് പിന്മാറുന്നില്ല ആൻറ്റി, അവൾ അത് എനിക്കൊരിക്കലും ചേർന്നൊരു ബന്ധമല്ല, അവിടേക്ക് അവൾ പോയിരിക്കുക, ഞാൻ എന്താ ചെയ്യും, ഞാൻ ആകെ തകർന്നിരിക്കുക ആൻറ്റി എന്ന് പറഞ്ഞ് പേരൻസിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. സ്വന്തം ഇഷ്ടത്തിന് പോകാൻ അനുവദിക്കാതെ ദൈവേഷ്ടപ്രകാരം ദൈവമെല്ലാം നന്നായി ചെയ്യുവാൻ തക്കവണ്ണം തലമുറകളെ തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുക കർത്താവെ. ദേശത്തും രാജ്യത്തും ലോകരാജ്യങ്ങളുള്ള സകല പെൺമക്കളെ, ആമക്കളെ, യൗവനക്കാർ, കുഞ്ഞുങ്ങളെ തിരുക്കരങ്ങളിലേക്ക് ബാല്യം മുതൽ യേശുവുള്ള മക്കളായി വളരുവാൻ കർത്താവെ, യൗവനക്കാലത്ത് സൃഷ്ടാവുമായി ആഴമായി ബന്ധം സ്ഥാപിപ്പാൻ കർത്താവെ, ഹാനോക്ക് ദൈവത്തോടുകൂടി ദൈവശബ്ദം കേട്ട പോലെ ജോസഫിനോടുകൂടി ദൈവകൃപ മക്കളുടെ മേൽ വ്യാപരിക്കണമേ. രൂത്തിനെ പോലെ കർത്താവെ സ്തോത്ര. ഹല്ലേലൂയ. നല്ല അതേ അംശം തെരഞ്ഞെടുക്കുക, നല്ല മറിയ നല്ല അംശം തെരഞ്ഞെടുത്തതുപോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ വിധേയപ്പെട്ട് ജീവിക്കുന്ന നല്ല മക്കളാക്കി ഒരു കൂട്ടം മക്കളെ വാർത്തെടുക്കുവാൻ തക്കവണ്ണം കർത്താവെ, അനേക ദൈവത്തിന്റെ ദാസൻ ദാസിമാരെ അങ്ങ് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസ സമൂഹത്തിനകത്ത് കഷ്ടതയും ടെൻഷനും അനുഭവിക്കുന്ന അതേ ഡിപ്രസ്ഡ് ആയിരിക്കുന്ന മക്കളുണ്ട്. എല്ലാവരും തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുക താവേ സ്തോത്ര. ഹല്ലേലൂയ. ദേശത്തും രാജ്യത്തും ലോകരാജ്യവും സകല തലമുറകളെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. സകലർക്കും കർത്താവ്, വിവാഹപ്രായമായിട്ട് വിവാഹം നടക്കാതെ ഭാരപ്പെടുന്ന പേരൻസ് ഉണ്ട്, അവരെ ഓർത്ത് സ്തോത്രം. അവിടെയൊക്കെ ദൈവപ്രവൃത്തി വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എക്സാം എഴുതുന്ന മക്കളുണ്ട്, എക്സാം എഴുതിയിട്ട് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന, വിദേശ രാജ്യങ്ങളിൽ പോകുവാൻ, അപ്പോൾ തന്നെ ഇവിടെ ബൈബിൾ കോളേജിൽ പഠിക്കുവാൻ വേണ്ടി തയ്യാറാകുന്ന മക്കളുണ്ട്, തിയോളജിക്കൽ സെമിനാരി പഠിക്കുന്ന മക്കളുണ്ട്. എല്ലാവരും
എല്ലാവരും തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുക. ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ ഒരുക്കപ്പെട്ട മക്കളെ പുറമോട്ട് വലിക്കുന്ന സകല ഇരുളിന്റെ മണ്ഡലങ്ങളിൽ നിന്ന് യേശു വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി അമേ സ്തോത്രം തകർന്നു കിടക്കുന്ന കുടുംബജീവിതത്തിൽ തകർന്നു കിടക്കുന്ന അമേ സ്തോത്രം മാനസികമായി കർത്താവെ ആകെ സംഘർഷ അവസ്ഥയിൽ കിടക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവമേ, അവരുടെ ഹൃദയത്തിന് വേണ്ട ആശ്വാസവും തണുപ്പും സന്തോഷവും സ്വസ്ഥതയും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരോടും പറയാതെ കർത്താവ് തിങ്ങി ഏങ്ങലടിച്ച് കരയുന്ന പെൺമക്കളോട് കർത്താവ് അവരോട് കരുണ തോന്നും കർത്താവെ. ആ മക്കളും അതുപോലെ എൻ്റെ ഭാര്യ എന്നെ ഇട്ടിട്ട് പോയി ആൻറ്റി, ഇനി ഒരിക്കലും അവൾ തിരിച്ചു വരുമോ, എൻ്റെ കുഞ്ഞ് എനിക്ക് എങ്ങനെ അവളെ കാണാൻ പറ്റും, എൻ്റെ കുഞ്ഞിനെ എനിക്ക് കാണാൻ പറ്റും, അങ്ങനെ ഭാരപ്പെടുന്ന ആ മക്കളുണ്ട്. അവരെ എല്ലാം ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു ദൈവമേ. സകല അനർത്ഥങ്ങളിൽ നിന്റെ മക്കളെ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൻ്റെ വരവ് താമസമെങ്കിൽ അനേകർ കർത്താവിനെ പ്രസിദ്ധമാക്കേണ്ടവരുണ്ട്. തകർന്നു തരിപ്പണമായി കിടക്കുന്നവരെ ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന യേശുവേ. ദാവീദ് പുത്ര കരുണ തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാ സകല മേഖലകളിലും ഒരു ദൈവികമായ ചൈതന്യം വന്ന് ദൈവികമായ പ്രവൃത്തി വെളിപ്പെട്ട് കാണുവാൻ സന്തോഷിക്കുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കണമേ. നമ്മുടെ കേരള സംസ്ഥാനത്തുള്ള സകല കുഞ്ഞുങ്ങളെ തിരുക്കരങ്ങൾ യൗവനക്കാരെ എല്ലാം ഏൽപ്പിക്കുകയാണ്. ഇന്ത്യ മഹാരാജ്യത്തിലുള്ള 28 സംസ്ഥാനങ്ങളിലുള്ള മക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഭാഷ വർഗ വർണ്ണ വ്യത്യാസം കൂടാതെ എല്ലാ മക്കളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർണാടക സംസ്ഥാനത്തിലെ 35 ജില്ലകളിലുള്ള തലമുറകൾക്ക് വേണ്ടി വിദേശത്തുനിന്നും അന്യ സംസ്ഥാനങ്ങളിൽ വന്ന് പഠിക്കുന്ന മക്കള്, ജോലി ചെയ്യുന്ന മക്കള്, കുടുംബസ്ഥരായ മക്കള് എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഗൾഫ് കൺട്രി, യൂറോപ്യൻ കൺട്രി എല്ലാ സ്ഥലങ്ങളിലുള്ള മക്കളെ ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ച കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക ബാധ്യതകളെ കർത്താവെ, കുടുംബജീവിതം തകർന്നവര് വിവിധ പ്രതികൂലങ്ങളായി ഞങ്ങളോട് സംസാരിച്ചവര്, അപ്പൻ കർത്താവെ മക്കളെയും ഭാര്യയും പ്രതീക്ഷിച്ചിരുന്നിട്ടും അത് വരാതെ വേദനിക്കുന്ന കർത്താവെ പിതാക്കന്മാരെ ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അനാഥമായി കിടക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ മേഖലകളിലുള്ള മക്കളെ ഞങ്ങൾ ഒരിക്കൽ കൂടി ഏൽപ്പിച്ച് സ്തോത്രം ചെയ്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദാസന്മാരുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നശിച്ചു പോവാ, നഷ്ടപ്പെട്ടു പോവാ, നിത്യതയിൽ എത്തപ്പെടുവാൻ കർത്താവെ ഒരുങ്ങിയിരിപ്പാൻ തക്കവണ്ണം അനേക കുഞ്ഞുങ്ങളെ അങ്ങ് വാർത്തെടുക്കുന്ന ദിവസങ്ങളാകിയാൽ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സകല മേഖലകളെയും കവർ ചെയ്തതിനായ സ്തോത്രം. ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം തന്ന ഭാഗ്യ പദവിക്കായി നന്ദി പറയുന്നു കർത്താവെ. സകല മേഖലകളിലും കർത്താവിന്റെ കൃപ കൂടിയിരിക്കണമേ. ശിശുക്കൾ നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുവാൻ പറഞ്ഞ കർത്താവെ, ശിശുക്കളുടെ ഒരു കർത്താവെ ആ നിർമ്മലതയും നിഷ്കളങ്കതയും ഞങ്ങളെയും ഭരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന യേശുവേ. ആ നിർമ്മലതയും നിഷ്കളങ്കതയിലും ജീവിപ്പാനും ആ നീതിയിലും സത്യത്തിലും ജീവിപ്പാന് കർത്താവ് വിശുദ്ധിയോടെ കർത്താവ് ജീവിക്കുന്നത് പോലെ ഞങ്ങൾക്കും കർത്താവ് ജീവിച്ച് ഞങ്ങളെ കാണിച്ചതുപോലെ ഞങ്ങൾക്ക് ജീവിപ്പാൻ കൃപ തരണമേ. സകല മേഖലകളിലും പരിശുദ്ധാത്മാവിന്റെ കൃപ വ്യാപരിക്കും. അങ്ങയുടെ അത്യന്ത ശക്തി ഞങ്ങളുടെ മേൽ വ്യാപരിച്ചതിനായി നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ.